കടലോര മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് കേരളം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലെ അപാകത രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ ഏകോപനം പൂർണ്ണ പരാജയമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഏകോപനം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണകക്ഷി എം.എൽ.എമാർ തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ജില്ലാ ഭരണകൂടങ്ങളുമായിട്ട് ചേർന്നിട്ടോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുമായിട്ട് ചേർന്നിട്ടോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏകോപനത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കോസ്റ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകദേശം 1400 കോടി രൂപകളാണ് ഒരു വർഷം കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു നടപടിയും എടുക്കുന്നില്ല. ജോർജ് കുര്യൻ ഫിഷറീസ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചരിത്രത്തിലില്ലാത്ത സഹായമാണ് കേരളത്തിലെ കടലോര മേഖലയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത്. പക്ഷെ എല്ലാം കടലിൽ കായം കലങ്ങിയ പോലെ ആയിപ്പോയി. ബി.ജെ.പി. സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിർണായകമായ പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. കടലോര മേഖലയുടെ വികസനത്തിനായി പ്രതിവർഷം 1400 കോടി രൂപ നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടും ആ പണം കൃത്യമായി വിനിയോഗിക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഫലപ്രദമായി ഈ തുക വിനിയോഗിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലെ അപാകത രക്ഷാപ്രവർത്തനങ്ങളെ പോലും ദുഷ്കരമാക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നും കെ സുരേന്ദ്രൻ വിമർശിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തീരദേശ മേഖലയുടെ വികസനത്തിനായി മുൻപ് ഒരു കേന്ദ്ര സർക്കാരും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന പിന്തുണയും നൽകുന്ന തുകയും ഒന്നും മുൻപ് കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണോ കെ സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തിയത്? പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. കടലോര മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് കേരളം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്നാണല്ലോ കെ സുരേന്ദ്രൻ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പ്രശാന്ത്? ഗൗതം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കടലോര മേഖലകളുടെ വികസനത്തിനായിട്ട് സംസ്ഥാനത്തേക്ക് അനുവദിച്ചത്. എന്നാൽ ആ തുകകളൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതായത് നിലവിൽ ഈ മുതലപ്പുഴയിലും അതോടൊപ്പം തന്നെ നീണ്ടകരയിലും വിഴിഞ്ഞത്തുമെല്ലാം കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിൽ തുടരുമ്പോഴും ഇവരെ ആരെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്കുള്ള പാളിച്ചകളാണ് ഇത്തരത്തിൽ കാണാതാകുന്നവരെ കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിലെന്നാണ് ഈ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. അതായത് ഈ കോസ്റ്റൽ ബോട്ടുകളായാലും ശരി, മറ്റ് ഈ ഫിഷറീസ് വകുപ്പിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊന്നും നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നത്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ അത് വേണ്ടവണ്ണം വിനിയോഗിക്കാത്തതാണ് ഇത്തരത്തിലേക്കുള്ള ദുരന്തങ്ങൾ വരുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം അടക്കം വിഘാതമായി നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രന്റെ വിമർശനം എന്ന് പറയുന്നത്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1000 കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പിനും അതോടൊപ്പം തന്നെ കോസ്റ്റൽ മേഖലകളുടെ വികസനത്തിനായിട്ടൊക്കെ അനുവദിച്ചത്. എന്നാൽ ആ തുകകളൊന്നും കാര്യക്ഷമമായി വിനിയോഗിക്കുവാൻ സംസ്ഥാന സർക്കാർ അന്നത്തെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല, പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരടക്കം കാണാതാകുമ്പോഴും അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, അത് ബോട്ടായാലും ശരി, ഫിഷറീസ് വകുപ്പിൻ്റെതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായാലും ശരി, മറൈൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായാലും ശരി, അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയാത്തതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. അന്ന് ഈ അനുവദിച്ച തുകകൾ, ആ തുകകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി അത് വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട ഒരു അവസരം ഉണ്ടാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നിലവിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഴക്കെടുതിയിൽ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല ജില്ലാ ഭരണകൂടങ്ങളും സംസ്ഥാന സർക്കാരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഏകോപനത്തിൻ്റെ വീഴ്ചകൾ വളരെ വലുതാണ്. ഈ ഏകോപനത്തിൻ്റെ വീഴ്ചകൾ വന്നതോടുകൂടി തന്നെയാണ് ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നതിനടക്കം വീഴ്ചകൾ വരികയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പാർപ്പിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനടക്കം വീഴ്ചകൾ
വന്നതിൻ്റെ എല്ലാം കാരണം ഈ നടപടികളാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വിമർശിക്കുന്നത്.